അങ്ങനെ നമ്മളിത് നമ്മുടെ സീറ്റിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. പെട്രോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ലീക്ക് ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ പിന്നെ ടൈമിംഗ് ചെയിൻ ലോക്കൽ ടൈമിംഗ് ചെയിൻ ആയിരുന്നു. റോളൻ നമ്മളത് മനസ്സിലാക്കിയപ്പോഴെന്നറിയാം ഇത് എന്തോ ചെയിൻ കയറി ഉടക്കി അത് റിട്ടേൺ വരുന്നില്ലായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഒരു വ്ളോഗിനായിട്ട് ഇറങ്ങുകയാണ്. ഒബ്വിയസ്ലി നമ്മുടെ FCയുടെ ഒരു പണിക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അതായത് ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ പണിയാനായിട്ട് പോകുന്നത് വാൽവാണ്. അതായത് 2 വാൽവും റീപ്ലേസ് ചെയ്ത് സീറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നേരെ കരുനാഗപ്പള്ളി സിനിയാശൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പം എന്തിനാണ് ഇപ്പം നിലവിൽ വാൽവ് സീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാമായിരിക്കും, നമ്മുടെ വണ്ടി എൻജിൻ പണിതു, ക്ലച്ച് റീപ്ലേസ് ചെയ്ത്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പരിപാടികളും നമ്മൾ കംപ്ലൈൻറ്റ് എന്താ പറയണ്ടേ മാറ്റി കൊണ്ടുവന്നിട്ടും വണ്ടിക്ക് ഒരു പവർ കിട്ടുന്നില്ല. നമ്മൾ ഇഗ്നിഷൻ കോയിൽ മാറി നോക്കി, ക്ലച്ച് കേബിളൊക്കെ മാറി നോക്കി, എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. ഒരു FCയുടേതായിട്ടുള്ളൊരു ആക്സിലറേഷൻ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയ സമയത്ത് 3 കൊല്ലം മുമ്പാണ് നമ്മൾ സിലിണ്ടർ മാറ്റിയ സമയത്ത് ഇതിൻ്റെ വാൽവ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ലായിരുന്നു. ഹെഡിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, സിലിണ്ടർ ജസ്റ്റ് ഒന്ന് മാറിയത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അതങ്ങ് ക്ലിയർ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വാൽവ് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറൻസ് നമ്മുടെ വണ്ടിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എൻജിൻ പണി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡയറക്റ്റ് ഇനിയിപ്പോൾ സിമിയാഷൻ എടുത്തിട്ട് പോകും. രാവിലെയാണ് കേട്ടോ, അതിരാവിലെയാണ്. അപ്പം സിമിയാഷൻ കട തുറക്കാൻ ചാൻസ് കുറവാണ്. കാര്യം ഒരു 8 മണി അങ്ങോട്ട് ആയതേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഈ 8 മണിക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി അവിടെ ഭയങ്കരമായിട്ട് കൂടുതലാണ് ഓരോ ദിവസവും വരുന്നത്. വർക്കും കാര്യങ്ങളൊക്കെ കൂടുതൽ പെൻഡിങ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ രാവിലെ കൊണ്ട് ഈ പരിപാടി നിർത്തിട്ട് വരാനായിട്ടുള്ള പ്ലാനാണ്. ബട്ട് നേരെ സിമിയാഷൻ എടുത്തിട്ട് പോകാം. ഫൈനലി നമ്മൾ മോട്ടോർ ടോൺസിലെത്തി. അത് രാവിലെ ആയിരുന്നു. സിമിയാഷൻ്റെ ഷോറൂം ഒന്നും തുറന്നിട്ടില്ല, ഫുള്ള് പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ വന്ന് പണി ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതോടെങ്കിലും കൂടി ഈ പറയുന്ന പണി കഴിഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ ഈ പണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതൊരു പണി തീരാത്ത വണ്ടിയായിട്ട് നിങ്ങൾ കാണരുത്. ഇപ്പം ഓടുന്നതിന് കൊണ്ട് ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന FCയുടെ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത്. അപ്പോൾ എന്തായാലും വാൽവും കൂടെ ഒന്ന് മാറി നോക്കാനായിട്ട് പോവുകയാണ്. അത് വാൽവ് മാറിയില്ല എന്നുണ്ടെങ്കിൽ ക്യാം ഷാഫ്റ്റും ക്രാങ്കും ഒക്കെ അഴിച്ച് എൻജിൻ ഫുള്ള് റീബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയിപ്പം ടാങ്ക് ഉരുക്കാനായിട്ട് നമ്മൾ എക്സോസ്റ്റ് ഊരി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഹെഡ് അഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സോസ്റ്റ് ഊരി ഇനിയിപ്പോൾ കാണാം. ഈ എക്സോസ്റ്റിന് വെയിറ്റ് ഉണ്ടോ അച്ഛനെ? വെയിറ്റ് ഉണ്ടോ വണ്ടി? ഈ ഹെഡ് കവർ അഴിച്ച് നോക്കാനായിട്ടോ. അപ്പോൾ നമ്മൾ ഹെഡ് അഴിച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇത് പിസ്റ്റൻ്റെ അവസ്ഥയാണ്. 3 വർഷം മുമ്പ് നമ്മൾ ഇട്ട പിസ്റ്റനാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർബൺ ഓക്കെയാണ്. ഇതൊക്കെ അല്ലേ? ഉണ്ടല്ലേ? നല്ലോണമുണ്ട്. അയ്യോ, നല്ല കാർബൺ ഉണ്ടല്ലേ? അത് ഈ വാൽവിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫ്യൂവൽ കത്താതെ വരുന്ന കാർബൺ ആയിരിക്കും. അത് ഓയിൽ മയൊന്നുമില്ല. ഈ തോന്നുന്നത് നമ്മുടെ ഈ വാൽവുമായിട്ട് ബന്ധപ്പെട്ടേ ഫ്യൂവല് കത്താതെ കിടക്കുന്നത് കൊണ്ടാകാൻ ചാൻസ് ഇല്ലാതില്ല. ആട്ടോ ഉണ്ടോ? ഇതല്ലേ ക്യാം ഷാഫ്റ്റ്? തേയ്മാനം നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ക്യാം ലോവ് എന്ന് പറയുന്നത് ഇല്ല, വലിയ തേയ്മാനം. അങ്ങനെ നമ്മളിത് നമ്മുടെ സീറ്റിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. പെട്രോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ലീക്ക് ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് സീറ്റിങ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് കേട്ടോ. ലീക്കില്ല, കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിഞ്ഞില്ലേ? ലീക്കില്ല. അപ്പോൾ മാറണം.
അല്ല ഇത് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും? ആ സീറ്റ് ഒരു ദിവസം വരില്ലേ? നമ്മുടെ ഹെഡ് ലേത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആണ്ടെ ഇൻലെറ്റും എക്സോസ്റ്റ് വാൽവും എല്ലാം തന്നെ മാറി അത് സീറ്റ് ചെയ്ത് അതിൻ്റെ പോർട്ടൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിലോട്ട് ഇടാം. അതേ കാർബണെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുതിയ പിസ്റ്റൺ അതുപോലെ തന്നെ എന്തായാലും ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കംപ്രഷൻ കയറി നമ്മുടെ വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു സ്മൂത്ത്നെസ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് എന്തെങ്കിലും സംഭവം ഇടാം. ക്യാം ഷാഫ്റ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ ഹെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫയറിങ് കറക്റ്റ് ചെയ്യണമല്ലേ? ഫയറിങ് ആണ് ടൈമിങ് കഴിഞ്ഞ. അപ്പം നമ്മൾ ലൈറ്റിലേക്ക് പോകാൻ കേട്ടോ. ലൈറ്റിലേക്ക് നമ്മുടെ ഹെഡ് വാൽവ് സീറ്റ് ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആശാൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ഒന്നും പറയണ്ട, നമ്മൾ വാൽവ് അഴിച്ച് നോക്കിയ സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ വാൽവിനും സീറ്റിങ്ങിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നമുക്കെന്തായാലും വാൽവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം മാറിയേക്കാം. എന്തായാലും വാങ്ങിയതാണ്, അപ്പോൾ നമുക്കതങ്ങ് മാറിയേക്കാം. ഇതുണ്ടോ നെഗറ്റീവ് LCD ആക്കി ആശാൻ ഈ ഒരു മീറ്റർ MT ഒക്കെ പോലെ. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ? പുക വരുന്നത് ആശാന ഇത് മറ്റേ ഓയിൽ മയം കഴിയുന്നതാണ്. അപ്പം രാവിലെ 8 മണിക്ക് വന്ന ഞാനിപ്പോൾ 4 മണിയായി നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം. അപ്പോൾ ആശാൻ വണ്ടി ഓടിക്കാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. വലിയ ഡിഫറൻസ് വരാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. കാര്യം ഇതിന് ലീക്ക് ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു വാൽവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. ആശാൻ പറഞ്ഞിട്ടല്ല, എൻ്റേതായിട്ടുള്ള റിസർച്ചിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ വലിയ ഡിഫറൻസ് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് നോക്കാം. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് റാങ്കിൻ്റെ ആണെന്ന് ഉറപ്പിക്കാം. എന്തായി ഓക്കെ ഓക്കെ നോക്കട്ടെ, ആയാൽ മതിയായിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ പൊന്ന് ഗായ്സ്, നമ്മുടെ വണ്ടിയുടെ പണി ഫൈനലി മൊത്തത്തിൽ തീർന്നു കേട്ടോ. അതായത് തീർന്നു പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ വണ്ടിയുടെ പുറകിൽ ഈ വണ്ടിയുടെ ആ ഒരു പവർ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ഡിഫക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ കിടന്ന് പരിശ്രമിക്കുമായിരുന്നു. അതായത് സിനിയാശാനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ എന്തുകൊണ്ടായിരുന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നിഷൻ കോയിൽ മാറ്റി നോക്കി, ക്ലച്ച് ഡിസ്ക് ഫുള്ള് മാറ്റി നോക്കി, കാർബേറ്റർ മാറ്റി നോക്കി, അതുപോലെ തന്നെ സിലിണ്ടറിന് പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സിലിണ്ടർ മാറ്റി, അത് നോക്കൂട്ടണ്ട. പിന്നെ ക്ലച്ച് ബെല്ല് നമ്മൾ റീവർക്ക് ചെയ്തു, ചെയിൻ സ്പ്രോക്കറ്റ് എല്ലാം, അതിൻ്റെ ഡാമ്പർ ബുഷ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യത്തിലും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആക്കിയിട്ടും ഈ വണ്ടിക്ക് ഫസ്റ്റിൽ ഒരു ഇനീഷ്യൽ പവർ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ നമ്മൾ AIS എന്ന് പറഞ്ഞ സംഭവം, ഇതിൻ്റെ ഡിവൈസ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന സാധനം വരെ റിമൂവ് ആക്കിയിട്ട് പവർ കിട്ടാനായിട്ട് മൈലേജ് കിട്ടാനായിട്ട് നമ്മൾ നോക്കി. എന്നിട്ട് ഒരു രക്ഷയില്ല. പവർ ഫിൽറ്റർ വെച്ച് നോക്കി, ഒരു രക്ഷയില്ല. പവർ പഴയ FCയുടെ ഒരു പവർ കിട്ടുന്നില്ല. അപ്പം നമ്മൾ അവസാനമായിട്ട് വാൽവ് അന്ന് നമ്മൾ സിലിണ്ടർ മാറ്റിയ സമയത്ത് ടെൻഷനറും ടൈമിംഗ് ചെയിനൊക്കെ മാറ്റിയതായിരുന്നു. അവിടെ ട്വിസ്റ്റ് സംഭവം ഞാൻ സിമിയാശനെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ടൈമിംഗ് ചെയിൻ കേട്ടോ. എങ്ങനെ സംഭവം ഇത്? നമ്മൾ അന്ന് ടൈമിംഗ് ചെയിൻ മാറ്റിയല്ലായിരുന്നു, പിന്നെ എന്തിനാണ് നമ്മൾ രണ്ടാമത് ഇപ്പം മാറ്റിയത്? പിന്നെ ടൈമിംഗ് ചെയിൻ ലോക്കൽ ടൈമിംഗ് ചെയിൻ ആയിരുന്നു, റോളൻ. നമ്മളത് മനസ്സിലാക്കിയപ്പോഴെന്നറിയാം, ഇത് എന്തോ ചെയിൻ കയറി ഉടക്കി അത് റിട്ടേൺ വരുന്നില്ലായിരുന്നു. പിന്നെ അങ്ങ് മാറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളത് മാറ്റിയ സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇത് റോളൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിനകത്തെല്ലാം നല്ല വ്യത്യാസം വന്നു. അതുപോലെ തന്നെ നമ്മൾ വാൽവും സീറ്റ് ചെയ്ത് സീലും മാറി. അപ്പോഴത്തേക്കും നമ്മുടെ പഴയ പെർഫോമൻസ് ഒന്നില്ലേ. അപ്പോൾ സംഭവം അതാണ് കേട്ടോ. നമ്മൾ ഈ വാൽവ് സീറ്റ് ചെയ്ത് പുതിയ സീലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ടൈമിംഗ് ചെയിൻ കയറി കുരുങ്ങിയിട്ട് നമ്മൾ അവസാനം അത് മാറ്റാം. അത് കാണിച്ചു തരുമോ ആശാനെ? ഒന്ന് ഇതണ്ട, ഇത് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലായിരുന്നു. അവസാനം നമ്മൾ പുതിയൊരു ടൈമിംഗ് ചെയിൻ ഇട്ടപ്പോഴാണ് ആ ഒരു പഴയ പെർഫോമൻസിൽ FCയുടെ ആയിട്ടുള്ള പെർഫോമൻസ് വന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞില്ല ഇത് എന്താ പറയണ്ടേ, ഇതിന് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരും എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും
എൻജിൻ ഞാൻ പെർഫോമൻസ് കാറിലൊക്കെ എന്തെങ്കിലും ഓടിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ അടിപൊളിയായിട്ടാ. അതായത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഏറെക്കുറെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിത് ആൾട്ടർ ചെയ്ത് അല്ലെങ്കിൽ എൻജിൻ മോഡിഫിക്കേഷൻ പവറൊക്കെ കൂട്ടി നമ്മൾ ബിഗ് ബോറൊക്കെ ചെയ്ത് പവർ എക്സ്ട്രാ കൂട്ടിയതല്ല. നമ്മുടെ ഈ വണ്ടിക്ക് ഇനിയും കുറേ കുതിരകൾ ഈ വണ്ടിക്ക് കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ വണ്ടിയെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അതായത് നമ്മുടെ വണ്ടിക്ക് ഇനിയും കുറച്ച് FC-യുടെ ആയിട്ടുള്ളൊരു പവറിലോട്ട് എത്താനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 95 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം എത്തിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓ ബിഗ് താങ്ക്സ് ടു സിമിയാശാൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിനെല്ലാം കാരണമെന്ന് ഞാൻ പറയും. കാര്യം വേറൊരു ഷോറൂമുകാരെ കൊണ്ട് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ടത് നമ്മുടെ സിമിയാശാനാണ്. അപ്പം മെക്കാനിക്കുമാരെന്ന് പറയുന്നത് ഈസ് ആൻ ബിഗ് തിങ്. സംബന്ധിച്ചിട്ട് സത്യം പറഞ്ഞാണ്ടല്ലോ ഇതൊരു വാശിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് അങ്ങ് മാറി ഈ FC എടുത്ത് പണിയാന്നുള്ളത്. ഈ FC പണിയുന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഹിറ്റായിട്ട് നിന്നത് നമ്മുടെ 3 കൊല്ലം മുമ്പുള്ള സമയങ്ങളിലാണ്. 3 കൊല്ലം മുമ്പ് FC-യുടെ എന്ത് കണ്ടിട്ടാലും ഹിറ്റാകും, ഭയങ്കര ഹിറ്റിങ് ആയാലൊക്കെ ആയിരുന്നു. പക്ഷെ അന്നത്തെ ട്രെൻഡല്ലേ. ഇപ്പോൾ ആൾക്കാരൊക്കെ മാറി അപ്ഡേറ്റഡ് ആയി, കുറച്ചുകൂടെ നല്ല കണ്ടൻറ്റൊക്കെ കാണാനായിട്ട് ആൾക്കാരിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ ചെയ്ത് വരുന്നത് കൊണ്ട് അങ്ങ് ഇടുന്നതാണ്. കുറച്ച് ആൾക്കാരെങ്കിലും അറിയട്ടെ നമ്മുടെ വണ്ടി റെഡിയായി എന്നുള്ള കാര്യം. എല്ലാ വീഡിയോയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. FC-യുടെ എൻ്റെ ഈ വണ്ടിയുടെ ഇനിയിപ്പോൾ റീപെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ ഉള്ളത്. അപ്പോൾ FC എടുക്കാൻ നിന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറേ അധികം വീഡിയോസാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തത്. എന്തായാലും ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എന്തൊക്കെയാലും അടുത്തൊരു വീഡിയോയിലാണ്. മിറർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ വെക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ V3-യുടെ മാസ്റ്റർ സിലിണ്ടർ വെച്ചതുകൊണ്ട് മിറർ ഈ ഒരു ഭാഗത്തും ഇവിടെ ഈ ഒരു ഭാഗത്തുമാണ്. അപ്പം ഇവിടെ ആയിട്ടിരിക്കും. അപ്പം നമ്മളൊരു ക്ലാമ്പ് ഒപ്പിക്കാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അപ്പം എന്തായാലും അതൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബായ്. ഈ ഒരു FC-യുടെ പവറാണ് ഞാൻ കുറേ നാൾ കൊണ്ട് മിസ് ചെയ്തത്.